ago, I thought I'd take a ride, and soon Miss Fanny Bride was seated by my side. The horse was in the lane, his fortune seemed at naught. We got into a drifted bank, and then we got upsot. Jingle bells, jingle all the way. Oh, what fun it is to ride to a horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. For the field we go, laughing all the way. Welcome all the spring, speaking spirits bright. What fun it is to laugh and sing this sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride a one-horse open sleigh. Now to the right, let's along. അതെ, നമ്മുടെ ക്രിസ്മസ് ഫാദർ ഒത്തിരി നേരത്തെ ഇവിടെ എത്തി താഴെ ഇരുന്നതാണ്. അച്ഛൻ്റെ പ്രസംഗവും ക്രിസ്മസ് സന്ദേശവും നിങ്ങളുടെ പാട്ട് കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് താഴെ ഇരുന്നതാണ്. ഇരുന്നപ്പോൾ കാണാം നമ്മുടെ പ്ലാവളയിലെ ടീച്ചോ ഒരു 10 കിലോ കേക്ക് എടുത്ത് ഫാദറിൻ്റെ തോളയിലും കിട്ടും. അതുകൊണ്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. കയറി വന്നപ്പോഴാണ് എന്നെ കണ്ടത്. എന്നാൽ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാ. പറഞ്ഞു. È uno dei pochissimi mammiferi che può cambiare il colore dei propri occhi. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ദേവാലയം ഒരു നീല കളറിലായിരുന്നു. അതൊരു മങ്ങിക്കിടന്നായിരുന്നു. ഇപ്പം നല്ല വെള്ളയൊക്കെ അടിച്ച് സൂപ്പറായിട്ടുണ്ട്. In inverno, qui in Lapponia, le giornate sono brevi e കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നിങ്ങളിവിടെ പരവതാനി ഇല്ലായിരുന്നു. ഇപ്പൊ ചുവന്ന പരവതാനി ഇട്ടേക്കുന്നു. ഇത് ആരാ മേടിച്ചു കൊടുത്തേക്കുന്നു? questa qui ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, കേക്ക് കൊണ്ടുവന്ന ആള് തന്നെ. ടിജു അത്ര മോശക്കാരനൊന്നുമില്ല. ഫുള്ള് പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളാണ്. പിന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ, പലതും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയുന്നത് എന്താണെന്നറിയാം, അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ ഇപ്പൊ 2-3 വർഷമായി. ഓരോ വർഷം കഴിയുമ്പോൾ അച്ഛൻ മെസ്സിയേക്കായി വലിയ ഫോമിലോട്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഓരോ ദിവസം കഴിയുമ്പോൾ അച്ഛൻ നമ്മുടെ ഇടവകയിൽ നേതൃത്വം തോന്നുന്നതിൽ ഭയങ്കരമായിട്ട് ഫോമിലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. Normalmente si spostano come vogliono nelle foreste e trovano da sole il cibo necessario. പുള്ളിക്കൊരു സങ്കടം, ഈ ബെഞ്ച് പണിഞ്ഞിട്ട് പക്ഷെ ഇതിൽ ഇരിക്കാൻ ആളില്ല. ഇവരൊക്കെ എവിടെ പോയെന്നാ ചോദിക്കുന്നത്. പുള്ളി പറയുന്നത് ഇതിലിരിക്കുന്ന ഒരു 2-3 ബെഞ്ചുകൾ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അച്ഛൻ ഇപ്പൊ ക്രിസ്മസ് സന്ദേശം നൽകിയപ്പോൾ നിങ്ങളെല്ലാം വിചാരിച്ച് നിങ്ങളുടെ വീടിന്റെ മതിൽ വിളിക്കണമെന്നാണ് പറഞ്ഞേ. അല്ല, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന മതിൽ വിളിച്ചോളാനാ പറഞ്ഞത്. അതൊക്കെ മനസ്സിലായോ? അച്ഛൻ അതാ പറഞ്ഞത്. എന്താണെന്നറിയാം, ഇതേപോലെ ഒരു മതില് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. 26 വീട് മാത്രം ഉള്ളപ്പോ 1999 അന്ന് ചെന്നേലിക്കോണത്ത് കല്യാണം നടക്കുമ്പോൾ ചെന്നേലിക്കാരെ വിളിക്കുക, ചെന്നേലിക്കാരെ വിളിക്കുമ്പോൾ ചെന്നേലിക്കോണത്താരെ വിളിക്കുക. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു MS വർഗീസ് അച്ഛനായിരുന്നു നമ്മുടെ ഇടവകാരി. അച്ഛൻ ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തു. ഇടവസംഘം കൂടി കൈസ്ഥാന സമിതി കൂടിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഈ പള്ളി വരണമെങ്കിൽ അവിടെ കല്യാണത്തിന് പോകണം, ഇവിടെ കല്യാണത്തിന് പോകണം. അങ്ങനെ 2000 ആണ്ട് ജനുവരി 10 എനിക്ക് പുള്ളിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ തടത്തിലുള്ള ജോസഫിന്റെ കല്യാണം
ആദ്യമായിട്ട് 2 കൂട്ടരെയും വിളിച്ച് സുന്ദരമായിട്ടൊക്കെ നടത്തി. അതുകൊണ്ട് മനസ്സിലെ മതിൽ ഇനിയും ഒന്ന് പൊളിച്ചാണ്. അതാണ് Il colore dei propri occhi e in questo modo la പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സെക്രട്ടറി ഇവിടെ ഒരു വർഷത്തിൽ 4 സെക്രട്ടറിമാരൊക്കെയാണെന്നാ പറയുന്നത്. ഒരു രക്ഷയില്ല, questa qui സെക്രട്ടറിമാരില്ല, ഒരു പ്രശ്നം, ഭയങ്കരമായ പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ സെക്രട്ടറിയൊക്കെ ആയിട്ടുണ്ട്, പിന്നെ വേണ്ടെന്ന് വെച്ചിരുന്നത് ജോലി തിരക്കും അതും ഇതും. അവസാനം ഈ പള്ളിയുടെ ഗതി കണ്ടിട്ട് പുള്ളി അങ്ങ് ഏറ്റെടുത്തു. ഇപ്പൊ ഏറ്റെടുത്തപ്പോഴും അപാര ഭൂമിയിലും metro fino in Finlandia per bere dal suo lago magico preferito. അതേപോലെ നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേര് അവരും ഇപ്പം നമ്മൾ പണ്ടത്തെ കണക്കൊന്നും അല്ലെന്ന്, ഭയങ്കര ഭൂമിയില അവര്. അതേപോലെ യുവജന സംഖ്യകൾ അവര് വളരെ അവരെ നമ്മൾ വളരെ അംഗീകരിക്കേണ്ടിയിരിക്കുന്ന സംഭവം. ഭാവി അവരാണ് ഈ പള്ളിയെ നിയന്ത്രിക്കുന്നത്. കൊയറിന്റെ ലീഡർ ബിന്ദു അല്ലേ? കൊയറിന്റെ അടിപൊളിയായിട്ടുണ്ടെന്നാ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ലീഡർ ഉണ്ടായിരുന്നല്ലോ, ആളെ കാണാനില്ല, മിസ്സിംഗ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആൾ മിസ്സിംഗ്. ഇപ്പൊ തൽക്കാലം ബിന്ദുവാണ് ലീഡർ. എന്നാലും അച്ഛനും അവിടെ അനിൽ വർഗീസും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പൊ അടിപൊളിയാണ്. È forte e cocciuta, un vero leader che fa sempre quello che vuole. പിന്നെ പുള്ളി പറയുന്നത് എന്തോന്നറിയും, നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് ഇതിനെല്ലാം പങ്കെടുക്കുന്നു. ഇവിടെ ഇടവ സെക്രട്ടറി ഡെയിലി അങ്ങ് മെസ്സേജ് ഇടക്കുണ്ട്. ഈ മെസ്സേജ് ഇട്ടിട്ട്